ശക്തിസ്വരൂപിണിയായ ജഗത്മാതാവ് ആദിപരാശക്തി അനുഗ്രഹപ്രദായിനി വല്യമ്മ പത്തനംതിട്ട കിടങ്ങന്നൂർ പള്ളിമുക്കത്ത് ഭഗവതിയുടെ തിരുസന്നിധിയിലാണ് ടു സാധൂസ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഐശ്വര്യപ്രദായിനിയായ പള്ളിമുക്കത്ത് കാവലമ്മയുടെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഓരോ നിമിഷവും അമ്മയുടെ നിറസാന്നിധ്യം നമുക്ക് അറിയുവാൻ കഴിയും. ഐതിഹ്യപ്പെരുമ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും കേരളപ്പഴമയോളം പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിടങ്ങന്നൂർ പള്ളിമുക്കത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രം. പടയണിയുടെയും പള്ളിവിളക്കിന്റെയും ആചാര നിറവിൽ കൃത്യമായ അനുഷ്ഠാനങ്ങളെ കോർത്തിണക്കി ജാതിമത ഭേദമന്യേ ഒത്തൊരുമയോടുകൂടി ഐക്യതയോടുകൂടി അമ്മയ്ക്ക് മുമ്പിൽ നിലകൊള്ളുന്ന ഉറച്ച മനസ്സുള്ള ദേവീഭക്തരുടെ നിറസാന്നിധ്യം പള്ളിമുക്കത്ത് ദേവീസന്നിധിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് കൃത്യതയുള്ള ക്ഷേത്ര പ്രവർത്തനങ്ങളും പടയണിയും പള്ളിവിളക്കും. അമ്മ നാരായണ, ദേവി നാരായണ. എൻ്റെ പേര് സന്തോഷ് കുമാർ, പുളിയിൽ എന്നാണ് എൻ്റെ വീട്ടുപേര്. ഞാൻ 2019 മുതൽ 3 വർഷം ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡൻ്റായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം നടത്തുന്നു. കിടങ്ങന്നൂർ ദേശത്തിൻ്റെ ദേശദേവതയായ പള്ളിമുക്കത്തമ്മ അഭീഷ്ട വരദായിനിയാണ്. ഞങ്ങളൊക്കെ ഏത് കരയിൽ പോയി ഏത് അമ്പലത്തിൽ പ്രാർത്ഥിച്ചാലും ആദ്യം വായിൽ വരുന്ന നാമം പള്ളിമുക്കത്തമ്മ എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അഭേദ്യമായ ഒരു ബന്ധമാണ് ഈ പള്ളിമുക്കത്തമ്മയോട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക് മുഴുവനും ഉള്ളത്. അമ്മയുടെ അനുഗ്രഹം എത്താത്ത ഒരു വീടോ ഒരു മനുഷ്യനോ ഈ നാട്ടിലില്ല. എല്ലാവരും അമ്മയുടെ ആശ്രിതരാണ്. അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയെ പൂജിച്ച് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അഭിവൃദ്ധിയാണ് ഈ നാട്ടിലുണ്ടായിരിക്കുന്നത്. ഈ ക്ഷേത്രം ഉണ്ടായതിൻ്റെ ചരിത്രം ഞങ്ങളുടെ ക്ഷേത്ര മേൽശാന്തി നേരത്തെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഏറാട്ട് കുടുംബവക ക്ഷേത്രമായിരുന്നു. 1974 ഈ ക്ഷേത്രം കരക്കാരുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ശ്രീദേവി ഹൈന്ദവ സമിതി എന്നതിന് പേരിടുകയും നാട്ടിലെ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന് കൈമാറുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം കൈയാളുന്നത് ശ്രീദേവി ഹൈന്ദവ സമിതിയാണ്. ഈ ക്ഷേത്രത്തിൽ തലമുറകളായി ഇവിടുത്തെ പൂജകൾ നടത്തുന്നത് മുരിക്കുവേലിൽ ഇല്ലത്തെ തിരുമേനിമാരാണ്. അതിൻ്റെ 11ാം തലമുറയിലെ തിരുമേനിയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന മേൽശാന്തിയായി പ്രവർത്തിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് മീനഭരണി, കുംഭഭരണി, പ്രതിഷ്ഠാവാർഷികം എന്നിവയാണ്. മീനഭരണി നാൾ 7 ദിവസം സപ്താഹവും 8ാം നാൾ മീനഭരണിയും ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ആചാരം പള്ളിവിളക്ക് എഴുന്നള്ളിപ്പാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീനഭരണി രാവിലെ കൊടുങ്ങല്ലൂരമ്മ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നും ആ സമയം കരക്കാർ എല്ലാവരും കൂടി ഒരു വിളക്ക്, വലിയൊരു വിളക്ക് 40 അടി നീളവും 30 അടി ഉയരവും 20 അടി വീതിയുമുള്ള ഒരു ഭീമാകാരമായ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിമിൽ 2500-ലധികം തിരി ഞാലുകൾ നാത്തി അതിൽ ദീപമൊഴിച്ച് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഈ നാട്ടിലെ ചെറുപ്പക്കാർ അത് തെളിച്ച് 500-ഓളം ആൾക്കാർ അത് കയ്യിൽ ഉയർത്തി ഏകദേശം 300 മീറ്റർ കിഴക്കോട്ട് നടന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്തുള്ള പടവിൽ കൊണ്ടതിനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനമായ ആചാരമാണ്. ഇതിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിൽ നിന്ന് ഉദ്യോഗാർത്ഥികളായി വിവിധ ദേശങ്ങൾ പോകുന്ന എല്ലാ ആൾക്കാരും ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ഈ നാട്ടിൽ തിരിച്ചെത്താറുണ്ട്. നമ്മൾ ഒരു വർഷം ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും ഫലം കിട്ടുന്ന ഒരു നിമിഷമായിട്ടാണ് തദ്ദേശീയരായ ജനങ്ങൾ അതിനെ കാണുന്നത്. ഇതിലേക്ക് വിളക്കിലേക്ക് എണ്ണ പകരുക, എണ്ണ തരിക എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു പ്രധാന വഴിപാടാണ്. പള്ളിവിളക്കിലേക്ക് വിളക്ക് തരുന്നത് ഇത് ഹിന്ദുക്കളായ ആൾക്കാർ മാത്രമല്ല, സമീപത്തുള്ള ക്രിസ്ത്യാൻ കുടുംബങ്ങൾ പോലും ഈ പള്ളിവിളക്കിലേക്ക് എണ്ണ ഇവിടെ തരാറുണ്ട്. അങ്ങനെ ഈ ഉത്സവം, പള്ളിവിളക്കിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ഇവിടെ പള്ളിവിളക്ക് എഴുന്നള്ളിപ്പ് കഴിയുന്നതോടുകൂടി മീനഭരണി ഉത്സവത്തിൻ്റെ സമാപ്തിയാവുകയാണ്. 7 ദിവസം സപ്താഹത്തിന് ശേഷം 8ാം ദിവസം നടക്കുന്ന മീനഭരണിയുടെ ഏറ്റവും സമാപന ചടങ്ങും ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങുമാണ് ഈ പള്ളിവിളക്ക് എഴുന്നള്ളിപ്പ്. ഈ ഭീമാകാരമായ തടിയിൽ തീർത്തായിരിക്കുന്ന ഈ പള്ളിവിളക്കിൻ്റെ രൂപത്തിൽ 2500-ലധികം തിരികൾ തെളിച്ച് തദ്ദേശീയരായ ചെറുപ്പക്കാർ വ്രതാനുഷ്ഠാനത്തോടുകൂടി
ഇതിനെ എടുത്തു വരുന്നത് ഒരു പക്ഷേ ലോകത്തിൽ മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ്. കണ്ണിന് വളരെ കുളിർമ നൽകുന്ന, വളരെ ആവേശകരമായ, അതിലേറെ ഭക്തി നിർഭരമായ ഒരു അനുഭൂതിയാണ് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത്. മറ്റൊരു പ്രധാന ആചാരം ഇവിടെ പടയണിയാണ്. പടയണി എന്ന് പറയുന്നത് രേവതി നാൾ, നമ്മുടെ 6ാം ഉത്സവത്തിനാണ് പടയണി അരങ്ങേറുന്നത്. ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു ആചാര അനുഷ്ഠാനമാണത്. ഇടക്കാലത്ത് പടയണി ഇവിടെ നിന്നുപോയിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ പടയണി ഇല്ലായിരുന്നു. പിന്നീട് പടയണി പുനരാരംഭിച്ചത് 1986-ലാണ്. അന്ന് വടശ്ശേരിൽ കൃഷ്ണപിള്ള ആശാനും ആശാര്യത്ത് പാച്ചുപിള്ള ആശാനും ഇവർ ചേർന്നാണ് ഇവിടെ പടയണി ആരംഭിക്കുന്നത്. ഈ പടയണി അന്ന് ആരംഭിച്ചതിന് ശേഷം അവർ വായ്മൊഴിയിൽ അവരുടെ ഓർമ്മയിൽ നിന്ന് പകർന്നു കൊടുത്ത പാട്ടുകളും അവർ പറഞ്ഞു കൊടുത്ത ചുവടുകളും ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ പഠിക്കുകയും ഇന്ന് വളരെ ഭക്തിപൂർവ്വം 100-ലധികം ചെറുപ്പക്കാർ ഇവിടെ മീനഭരണി പിറ്റേന്ന് ചൂട്ടുവെച്ച് 28 നാൾ മുടങ്ങാതെ പരിശീലനം നടത്തി രേവതി നാളെന്ന് ഇവിടെ പടയണി ആടുകയാണ്. കൂടാതെ തന്നെ ഇന്ന് ഇവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിക്കാത്ത മറ്റു കോലങ്ങൾ, ശിവക്കോലവും കരിങ്കാലിയും കരിങ്കാലനും പോലെയുള്ള കോലങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കുകയും അതിവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രാവശ്യം ഒരു ദിവസം മുഴുവനായിരുന്നു പടയണി നടന്നത്. വൈകിട്ട് പൂപ്പന്തൽ ഉയർത്തലോടുകൂടി തുടങ്ങിയ ആരംഭം, അത് കഴിഞ്ഞ് തപ്പുമേള ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ അരങ്ങേറ്റം നടത്തിയ വർഷമായിരുന്നു ഇത്. അതിനുശേഷം നമ്മുടെ വഞ്ചിപ്പടിക്കൽ നിന്ന് അതിഗംഭീരമായ ഘോഷയാത്രയോടുകൂടി കോലങ്ങളുടെ എടുത്തുവരവ് നടന്നു. അതിനുശേഷം ഇവിടെ വന്ന് രാവിലെ നേരം വെളുക്കുന്നത് വരെയുള്ള വിവിധ കോലങ്ങളുടെ പടയണി തുള്ളൽ ഇവിടെ നടന്നു. ഇവിടുത്തെ 100-ലധികം ചെറുപ്പക്കാർ വളരെ ആത്മാർത്ഥമായി അശ്രാന്തം പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ പടയണി ഇത്രയും ഗംഭീരമായി ഇവിടെ നടക്കുന്നത്. ഇത് ഒരാചാരം പോലെ വളരെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. ഈ കാര്യമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന കാര്യം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 7 ദിവസത്തെ സപ്താഹത്തിന് ശേഷം 8ാം ദിവസം മീനഭരണിയാണ്. രാവിലെ നവകം ശ്രീഭൂതബലി, നൂറുംപാലും മുതലായവ നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിൽ അൻപുലി നടക്കുകയാണ്. അൻപുലിക്ക് ശേഷം മധ്യാഹ്നത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കൃത്യം 4:30 കിടങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിലെ വഞ്ചിപ്പടിയിൽ നിന്നും ഈ ഉത്സവത്തിൻ്റെ ഘോഷയാത്ര കെട്ടുരുപ്പിടികളുടെ അകമ്പടിയോടുകൂടി നിരവധി കെട്ടുകാളകൾ, പ്ലോട്ടുകൾ, കാവടികൾ, മറ്റ് അനവധി കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു വലിയ ജനസമുദ്രമായി കിടങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും 4:30 ക്ഷേത്ര മേൽശാന്തി ഭദ്രദീപം കൊളുത്തുന്നതോടുകൂടി ആരംഭിക്കുന്നതാണ്. ഈ ഘോഷയാത്ര അവിടെ നിന്ന് കടന്നു വരുമ്പോൾ റോഡിന് ഇരുവശവും 100 കണക്കിന് 1000-കണക്കിന് ജനങ്ങൾ ഇതിനെ ആദരവോടുകൂടി കാണുകയും ഇതിനെ സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഘോഷയാത്ര നമ്മുടെ കുന്നുപിലാവ് എന്ന് പറയുന്ന മൂലസ്ഥാനത്തിന് അടുത്തുള്ള കുന്നുപിലാവ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും ക്ഷേത്രത്തിൽ നിന്നും അമ്മ സാക്ഷാൽ ഭദ്രകാളി ജീവിതയിൽ എഴുന്നള്ളുകയും ഈ ഘോഷയാത്ര നേരിൽ കാണുവാനും കാണുവാൻ അമ്മ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളി വേലകളിയുടെ അകമ്പടിയോടുകൂടി കുന്നുപിലാവിൻ്റെ അവിടെ എത്തുകയും അവിടെ നിന്നുകൊണ്ട് കൺകുളിർക്കെ ഈ കാഴ്ചകൾ കണ്ട് അമ്മ നിർവൃതിയോടെ ദീപാരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെട്ടുകാഴ്ചയ്ക്ക് വരുന്ന കെട്ടുരുപ്പടികളും മറ്റ് കലാരൂപങ്ങളെയും അമ്മ കണ്ടാസ്വദിച്ച് അമ്മ അവരെ അനുഗ്രഹിച്ച് അമ്മ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടുകൂടി ദീപാരാധനയ്ക്ക് സമയമാകണം. ഈ ദീപാരാധനയോടുകൂടി ആ ദിവസത്തെ മറ്റ് കലാപരിപാടികൾ, ദീപാരാധനയ്ക്ക് ശേഷം മറ്റ് കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. അഭീഷ്ടവരദായിനിയായ പള്ളിമുഖത്തമ്മ പള്ളിമുഖത്ത് ഇങ്ങനെ വിരാജിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും എന്നും ഒരു കാരണമായിട്ടുണ്ട്. പള്ളിമുഖത്ത് ക്ഷേത്രം കൊടുങ്ങല്ലൂരെ ആചാരമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്.
അത് ഇവിടുന്ന് ഏറട്ടെ കാരണവരും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി ഇവിടുത്തെ ഈ നാട്ടിൻ്റെ അന്നത്തെ കാലത്ത് ഒരു ബ്രാഹ്മണ സെലക്ഷനും കൂടെ കൊടുങ്ങല്ലൂർ ഭജനത്തിന് പോയെന്നും അവിടെ ഭജന വരുന്നതിന് ശേഷം തിരിച്ചു വന്ന കൂട്ടത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതി അവരുടെ കൂടെ ഇവിടെ വന്നെന്നും ഇവിടെ ഏറാട്ട് കുടുംബം ഇത് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ കുട വെച്ചെന്നും പിന്നെ കുട പൊങ്ങാതെ വന്നപ്പോൾ ഒരു ജ്യോതിഷനെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ ദേവി ചൈതന്യം അവരുടെ കൂടെ പോന്നിട്ടുണ്ടെന്നും ആ ദേവിക്ക് ഇവിടെ ഒരു ആസ്ഥാനം കൊടുക്കണമെന്നും ആയിട്ട് തെളിഞ്ഞു. അതിൻ്റെ കാരണത്താലാണ് ഇവിടെ ഒരു ക്ഷേത്രം പണിത്. അന്ന് കാവാചാരമായിരുന്നു. പിന്നെ അതാണ് ഈ താന്ത്രിക വിദ്യ പ്രകാരമുള്ള പൂജകളൊക്കെ തുടങ്ങിയത്. അന്ന് മുതൽ ഈ ക്ഷേത്രത്തിലെ പൂജാധികാരികൾക്ക് ഈ കിടങ്ങണ്ണൂർ മിരിക്കുവലിയിലത്തെ ആൾക്കാരായിരുന്നു. അതിൻ്റെ 11ാം തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ.
പള്ളിമുക്കത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഈ പള്ളിമുക്കം ഏകദേശം ഇന്ന് 1000-ലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടുള്ളതിൻ്റെ ലിഖിതമായ രേഖകൾ ഇന്ന് നമ്മളുടെ കൈവശമുണ്ട്. അതിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 199കളിലാണ് ചെമ്പകശ്ശേരി രാജാക്കന്മാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ മാലക്കര ദേശത്ത് ഏറാട്ട് കാരണവരും അവരുടെ കുടുംബവും അന്നാട്ടിൽ കളരി കെട്ടിയിട്ട് അവിടുത്തെ യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ആയോധനമുറകൾ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് പരദേശികളായിട്ടുള്ള കോവിലന്മാരുടെ ആക്രമണം ഉണ്ടാകുന്നതും ഇവർക്ക് ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അവരെ അവരുടെ ഭരദേവതയുമായിക്കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്തിട്ട് കിടങ്ങന്നൂരിലുള്ള പള്ളിമുക്കം ദേശത്ത് അല്ലെ പള്ളിമുക്കം പ്രദേശത്ത് വരുന്നതും ഇവിടെ അവർ വീണ്ടും കളരി കെട്ടി ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ആയുധാഭ്യാസം അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. ഇവരോടൊപ്പം കൊണ്ടുവന്ന ഇവരുടെ ഭരദേവതയായ ആ ഭദ്ര ഭഗവതിയെയാണ് ദേവിയെയാണ് ഇവിടെ പള്ളിമുക്കത്ത് കാവിലായിട്ട് പ്രതിഷ്ഠിച്ചതും അവരുടെ തേവാരമൂർത്തിയായിട്ട് അവർ ആരാധിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ശരിക്കും പള്ളിമുക്കം കാവിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമായിട്ട് പൂർവികരിൽ നിന്നും പഴയ ആൾക്കാരിൽ നിന്നും നമ്മൾ കേട്ടു വന്നിരിക്കുന്നത്. ശരിക്കും അന്ന് ഇവിടെ പൂജ ചെയ്തിരുന്ന നമ്മുടെ മുരിക്കുവേലിൽ ഇല്ലത്തിൻ്റെ 10 തലമുറ മുന്നിലുള്ളവർ മുതൽ ഇവിടെ പൂജ ചെയ്തതായിട്ടാണ് ഇവിടുത്തെ അന്തരിച്ച വലിയ കുഞ്ഞിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൻ്റെ 11ാം തലമുറയിൽപ്പെട്ട സുരേന്ദ്രൻ കുഞ്ഞും 12ാം തലമുറയിൽപ്പെട്ട സന്ദീപ് കുഞ്ഞുമാണ് ഇപ്പോഴിവിടുത്തെ പൂജാരികളായിട്ട് അറിയപ്പെടുന്നത്. സാധാരണ എല്ലാവരും പറയുന്ന രീതിയിൽ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു യോഗീശ്വരനുണ്ടായിരുന്നുവെന്നും അവർ അന്ന് പുറത്തേക്ക് അതായത് കൊടുങ്ങല്ലൂരിലേക്ക് ഭജനത്തിന് പോയതായും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം അവരോടൊപ്പം വന്നതും അങ്ങനെ ഈ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിതമായി എന്ന ഒരു കഥയും കൂടി ഇതിൻ്റെ ഒപ്പം ഈ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഭഗവതിയുടെ തുടക്കത്തെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഏകദേശം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കണ്ണാടി പ്രതിഷ്ഠയാണ്, കണ്ണാടി ബിംബമാണ്. പഴമക്കാർ പറഞ്ഞിട്ടുള്ള അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 800-850 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു പ്രതിഷ്ഠാ സമ്പ്രദായമാണ് ഈ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത്തരം ഒരു കണ്ണാടി പ്രതിഷ്ഠയിലാണ് ഇവിടെ ദേവിയുടെ ചൈതന്യത്തെ ആവാഹിച്ചിരിക്കുന്നത്, പൂജയും മറ്റു കാര്യങ്ങളും ചെയ്തു. ഇതോടൊപ്പം തന്നെയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നവരുടെ ഒപ്പം വന്നവരായിട്ടാണ് ആശാരി പറമ്പിൽ എന്ന് പറയുന്ന ഒരു ആശാരി കുടുംബവും ഇവിടെ എത്തിയതായിട്ട് പറയുന്നത്. ഏകദേശം 500-600 വർഷങ്ങൾക്ക് മുമ്പ് അവരെത്തിയതായിട്ടും അവരാണ് ഈ പള്ളിവിളക്കിൻ്റെ ലോകപ്രശസ്തമായ ഈ പള്ളിവിളക്കിൻ്റെ ശില്പികളായി അറിയപ്പെടുന്നത്. അവരും അച്ഛനപ്പൂപ്പന്മാരുടെ തലമുറകളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നാണ് അറിയുന്നത്. കേട്ടിട്ടുള്ളതനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളിവിളക്ക് എന്ന് പറയുന്ന സങ്കല്പം ആദിമകാലത്ത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ കുംഭഭരണിക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾപ്പിണ്ടിയുടെ രൂപത്തിലായിരുന്നു എന്നും പഴമക്കാർ പറയുന്നുണ്ട്. 500 വർഷങ്ങളോളം ആയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഈ 7 നിലകളിൽ ഏകദേശം 30 അടി നീളത്തിലും 20 അടി വീതിയിലും 36 അടി പൊക്കത്തിലുമുള്ള ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പള്ളിവിളക്ക് ആവിർഭവിച്ചിട്ട് ഏകദേശം 500ഓളം വർഷങ്ങൾ പഴക്കമാണ് പഴമക്കാരിൽ നിന്ന് മറ്റ് ഇതേക്കുറിച്ച് അറിയാവുന്നവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ പള്ളിവിളക്കിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് സാധാരണ ഏതൊരു ദേവീക്ഷേത്രങ്ങളിലെയും പോലെ മൂലക്ഷേത്രമായ കൊടുങ്ങല്ലൂരിലേക്ക് എല്ലാ വർഷവും മീനഭരണിയുടെ തലേ ദിവസം ജ്യേഷ്ഠത്തിയുടെ ഭാവത്തിലുള്ള കൊടുങ്ങല്ലൂരമ്മയെ കാണാൻ വേണ്ടി സഹോദരിമാർ ഒരുമിച്ച് പുറപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇതേ സങ്കല്പം തന്നെ മീനത്തിലെ അശ്വതിക്ക് ചെട്ടികുളങ്ങരയമ്മ പോകുന്നതായിട്ടും നമ്മൾക്ക് കേൾക്കാം. അതേ രീതിയിൽ ഇവിടുന്ന് അമ്മ അവിടെ പോകുന്നു, ജ്യേഷ്ഠത്തിയെ കാണുന്നു, തിരികെ വരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഭരണിക്ക് ശേഷം കാർത്തിക ദിവസം ജ്യേഷ്ഠത്തിയുമായിയാണ് അമ്മ തിരികെ വരുന്നതെന്ന് പറയുന്നു. അമ്മയുടെ സാന്നിധ്യം ജീവിതയിലും കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ഈ
പള്ളിവിളക്കിൻ്റെ ഏറ്റവും മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന കിൺപിരിമുഖം എന്ന് പറയുന്ന കിംപിരിമുഖത്തിലും അമ്മയുടെ സാന്നിധ്യം കൊടികൊള്ളുന്നതായിട്ടാണ് പറയുന്നത്. പഞ്ചനാഗങ്ങളാൽ വിഭൂഷിതയായിട്ട് അലിക്കിട്ടക്കുടയുടെ ചുവട്ടിൽ അമ്മയുടെ ആ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചിട്ട് ആ അമ്മയെ പള്ളിമുഖത്ത് ഗ്രാമവാസികൾ കരക്കാരെല്ലാം ആവേശത്തോടുകൂടി തങ്ങളുടെ കൈകളിലേറ്റിയിട്ട് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പീഠത്തിൽ, ആ 4 കരിങ്കൽ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്ന ആ പീഠത്തിൽ അമ്മയെ എഴുന്നള്ളിച്ചു കൊണ്ട് വയ്ക്കുന്നതായിട്ടാണ് സങ്കല്പത്തിൽ പറയുന്നത്. ഇതിൻ്റെ ബാക്കിയായി വീണ്ടുമുണ്ട് ചെട്ടികുളങ്ങര. ഇതിൻ്റെ ബാക്കിയായി ഒരു സംഭവം കൂടിയുണ്ട്. അതായത് ഇവിടെ പള്ളിമുഖത്തമ്മ കൊടുങ്ങല്ലൂരമ്മയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പീഠത്തിൽ വയ്ക്കുന്നു. ഏകദേശം 5 മുതൽ 7 മിനിറ്റിന് ശേഷമാണ് ചെട്ടികുളങ്ങരയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ പോകുന്ന അമ്മ തിരികെ വരുമ്പോൾ ആ നാട്ടുകാരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ സാന്നിധ്യം അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ പോയി കഴിയുമ്പോൾ അവർ 3 കതന നിറച്ച് അവിടെ ഒരു ആലുംചോട്ടിൽ വയ്ക്കുമെന്നും, ദേവീ സാന്നിധ്യം മീനക്കാർത്തികയുടെ പിറ്റേ ദിവസം പുലർച്ചെ അവിടെ അറിയിക്കുന്നത് ഈ വെച്ചിരിക്കുന്ന അരയാലിൽ നിന്ന് ഒരു കൊമ്പ് ഒടിഞ്ഞു വീഴുമ്പോൾ ദേവീ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവർ ഈ കഥനകൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നും ഈ ആചാരം ചെട്ടികുളങ്ങരയിൽ നടക്കുന്നുണ്ട്. ഇവിടെ കൊടുങ്ങല്ലൂരമ്മയെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ഏകദേശം 5 മുതൽ 7 മിനിറ്റിനുള്ളിലാണ് ചെട്ടികുളങ്ങരയിൽ ഈ ആൽമരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതായിട്ടാണ് പഴമക്കാർ പറയുന്നത്. അതായത് ദേവീ സാന്നിധ്യം കൊടുങ്ങല്ലൂരമ്മയുടെ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മളുടെ എതിരേൽപ്പ് ഏറ്റെടുത്തതിന് ശേഷം അമ്മ നേരെ ചെട്ടികുളങ്ങരയമ്മയുമായിക്കൊണ്ട് ചെട്ടികുളങ്ങരയിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് പറയുന്നത്. ഇതേ രീതിയിൽ കേരളത്തിലെ എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഈ ക്ഷേത്രങ്ങളെല്ലാം ആയിക്കൊണ്ടുള്ളതായിട്ട് വരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. സാക്ഷാൽ എല്ലാ ഭദ്രകാളി സങ്കല്പങ്ങൾക്കും ഉടയവളായ അല്ലെങ്കിൽ മീതെ നിൽക്കുന്ന സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയെ ആദിപരാശക്തിയെയാണ് ഇവിടെ പള്ളിവിളക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കിൺപുരി മുഖത്തിൽ ആവേശിക്കുന്നത് അമ്മയുടെ ചൈതന്യം. ആ അമ്മയെ കരവാസികൾക്ക് എല്ലാവർക്കും കൂടി എടുത്തുകൊണ്ട് ആ പീഠത്തിൽ ഉറപ്പിക്കുന്നതിലോടുകൂടി അല്ലെ പീഠത്തിൽ കൊണ്ട് വയ്ക്കുന്നതോടുകൂടി കൊടുങ്ങല്ലൂരമ്മ എന്ന ഭദ്രകാളി സങ്കല്പങ്ങൾക്ക് തന്നെ ഉപരിയുള്ള അല്ലെ ആ മൂലസ്ഥാനത്തിരിക്കുന്ന ആ ആദിപരാശക്തിയെയും തങ്ങൾക്ക് എഴുന്നള്ളിക്കാനുള്ള ഒരു വലിയ ഭാഗ്യമാണ് ഈ കിടങ്ങന്നൂർ ഗ്രാമത്തിലുള്ള കരവാസികൾക്ക് ദേശവാസികൾക്ക് ലഭ്യമാകുന്നത്. പുലർച്ചെ 4 മണി 4:30 ഭഗവതി വീണ്ടും എഴുന്നള്ളുകയാണ്. പുറത്തെത്തി ക്ഷേത്രത്തിന് 3 വലത്തുവെച്ച ശേഷം കത്തിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിവിളക്കിൻ്റെ ഇടതുവശത്തുകൂടി അമ്മ തൻ്റെ മൂലസ്ഥാനമായ ഏറാട്ടേക്ക് എഴുന്നള്ളുകയാണ്.
കാരണവരുടെ തലമുറയിൽപ്പെട്ട ഇപ്പോഴത്തെ അവകാശികൾ അവിടെ അമ്മയെ നിറപറ വെച്ച് സ്വീകരിക്കുന്നു. ആ പറ സ്വീകരിച്ച് സന്തുഷ്ടയായ അമ്മ അവിടെ നിന്ന് വീണ്ടും തിരികെ എത്തിയിട്ട് വിളക്കിൻ്റെ വലതുവശത്തുകൂടി മുന്നിലെത്തുകയും വിളക്ക് പരിപൂർണമായി നോക്കിക്കാണുകയും ചെയ്യുന്നു. ഏകദേശം പല തവണയാണ് അമ്മ ആ വിളക്കിൻ്റെ മുന്നിൽ വലത്തേക്കും ഇടത്തേക്കും മാറി മാറി സഞ്ചരിച്ച് ആ വിളക്ക് മൊത്തം നോക്കിക്കാണുകയും വിളക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ എല്ലാവരും ഏകദേശം 200ഓളം അടുത്ത ആൾക്കാർ വിളക്കിൻ്റെ അകത്തും പുറത്തുമായി അണിചേർന്ന് നിന്ന് ഒരുമിച്ച് കൈത്തണ്ടയിൽ വിളക്ക് ഹരിയോഹര നാമങ്ങളോടുകൂടി ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരിയോടുകൂടി വിളക്കുയർത്തുകയും ശക്തമായ കഥനാവെടി മുഴങ്ങുമ്പോഴാണ് ഈ വിളക്ക് കൈകൾ ഉയർത്തുന്നത്. ഒപ്പം അമ്മ വിളക്ക് സ്വീകരിച്ചുകൊണ്ട് വരുന്നു. ആ ക്ഷേത്രമുറ്റത്ത് തയ്യാറാക്കിയിരിക്കുന്ന പടങ്ങിൽ കൊടുങ്ങല്ലൂർ സാക്ഷാൽ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. അമ്മ ആഹ്ലാദാതിരേഖത്താൽ മതിമറന്നാടി ആ ജീവിതയിൽ തുള്ളിക്കളിക്കുകയാണ്. അപ്പോഴത്തേക്ക് കരവാസികൾ ഇത് വന്നു കഴിയുന്നതിൻ്റെ ആ സന്തോഷത്തിൽ അവരാർത്ത് വിളിച്ച് നിറകണ്ണുകളോട് കൈകൾ തോർത്ത് ആകാശത്തേക്ക് എറിഞ്ഞിട്ട് ഹരിയോഹര വെക്കുന്നു. അമ്മ ഈ കരമക്കളുടെ നടുവിൽ കിടന്ന് ആർത്തുല്ലസിക്കുന്നത് ഒരിക്കൽ കണ്ടാൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുലഭമായ ഒരു കാഴ്ചയാണ്.
ക്ഷേത്രത്തിലേക്ക് മടങ്ങുമ്പോൾ ഇതുവരെ ഒരു പടയണിക്കരയിലുമില്ലാത്ത ഒരു അത്യപൂർവ മുഹൂർത്തത്തിനാണ് വീണ്ടും പള്ളിമുഖത്തുകര സാക്ഷ്യം വഹിക്കുന്നത്. ഈ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പള്ളിവിളക്കിൽ ആ പീഠത്തിൽ കൊണ്ടുവന്ന സാക്ഷാൽ ശ്രീകുരുമ്പയുടെ മുന്നിൽ കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോലങ്ങൾ, കാലങ്കോലവും ഭൈരവിക്കോലവും. പള്ളിവിളക്കിന് മുന്നിലാണ് അവസാന നിമിഷത്തെ മംഗളഭൈരവി ഉൾപ്പെടെയുള്ളവ കൊള്ളുക. പക്ഷെങ്കിൽ കുറച്ചു കാലങ്ങളായിട്ട് അത് വീണ്ടും പടയണി കളരിയിലേക്ക് അല്ലെ പടയണി തറയിലേക്ക്, കോലം കെട്ടിയാടുന്ന ആ തറയിലേക്ക് മാറിയിട്ടുണ്ട്. ശരിക്ക് സങ്കല്പം ശ്രീകുരുമ്പ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് സ്ഥാപിതമായ ആ ശ്രീകുരുമ്പയുടെ മുന്നിൽ കിടങ്ങന്നൂർ ശ്രീദേവി പടയണി സംഘത്തിലെ ആ തുള്ളൽക്കാര് പ്രധാനപ്പെട്ട കോലങ്ങളായ എന്താണോ പള്ളിമുഖത്തമ്മ കണ്ട് മതിമറന്ന് നിന്ന ആ കോലം അതേ തനത് രൂപത്തിൽ സാക്ഷാൽ ശ്രീകുരുമ്പയുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നൊരു മഹാഭാഗ്യം സിദ്ധിച്ച ഒരു കളരിയാണ് പള്ളിമുഖത്തുകാവ്.
മംഗളഭൈരവിയോടുകൂടി പിഴകളെല്ലാം പുറത്തുകൊണ്ടേ അനുഗ്രഹിക്കുക ഭഗവതിയെ എന്ന് സാക്ഷാൽ പള്ളിമുക്കത്തമ്മയോടും ശ്രീ കുരുമ്പയോടും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ മംഗളമായിട്ട് ഈ വർഷത്തെ ഉത്സവവും പടയണി ആഘോഷവും പരിപൂർണമായി ദേവീ തൃപാദങ്ങളിൽ സമർപ്പിക്കുകയുണ്ടായി.